പത്തനംതിട്ട പാർലമെന്റ് LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി UDF. ഐസക് സർക്കാർ സംവിധാനങ്ങളെയും ജീവനക്കാരെയും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതായാണ് പരാതി. ഹരിതസേന, കുടുംബശ്രീ തുടങ്ങിയവയെ അടക്കം പ്രചാരണ പരിപാടികൾക്കായി ഉപയോഗിക്കുകയാണെന്ന് ആരോപിച്ചാണ് UDF വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്ക് പരാതി കൈമാറിയത്. കേരള സർക്കാർ സ്ഥാപനമായ KDISCന്റെ ജീവനക്കാരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന ആരോപണം ഉന്നയിച്ചാണ് UDF ഇലക്ഷൻ കമ്മീഷന് പരാതി സമർപ്പിച്ചിട്ടുള്ളത്. സർക്കാർ സംവിധാനങ്ങളായ KDISC, ഹരിതശ്രീ, കുടുംബശ്രീ തുടങ്ങിയവയെ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അദ്ദേഹം ദുർവിനിയോഗം ചെയ്യുകയാണ്. ഡിസംബർ മാസം തിരുവല്ലയിൽ നടന്ന മൈഗ്രേഷൻ കോൺക്ലേവ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിൻ്റെ പിന്തുടർച്ചയായിട്ടാണെന്ന് പറയുന്നു. ഇന്ന് ബ്ലോക്കുകളിൽ ഈ KDISCന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ തൊഴിൽ നൽകാമെന്നുള്ള വാഗ്ദാനവുമായി KDISCന്റെ കൺസൾട്ടന്റുകൾ പ്രവർത്തിക്കുന്നത്. അവർ ഡേറ്റാസ് കളക്ട് ചെയ്യുകയാണ്. KDISCന്റെ മുഖ്യ ചുമതലക്കാരൻ TN സീമയുടെ ഭർത്താവാണ്. അപ്രകാരമുള്ള ഒരു ഏജൻസിയെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി അദ്ദേഹം രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകൾ കേന്ദ്രമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് നഗ്നമായ അധികാര ദുർവിനിയോഗവും അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പിനെ മാത്രം കണ്ടുകൊണ്ടുള്ള വ്യാജ വാഗ്ദാനങ്ങളുമാണെന്നാണ് UDF ഈ പരാതിയിൽ കളക്ടറോട് ഉന്നയിച്ചിരിക്കുന്നത്. ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് UDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ 50,000 യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന വ്യാജ വാഗ്ദാനം നൽകാൻ വീടുകൾ കയറിയിറങ്ങാനും വിവരങ്ങൾ ശേഖരിക്കാനും KDISCലെ ജീവനക്കാരെ ഉപയോഗിക്കുന്നെന്നും പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം കോഴഞ്ചേരിയിൽ നടന്ന ജില്ലയിലെ 1ാം ക്ലാസ്സിലെ അധ്യാപകരുടെ സർക്കാർ പരിപാടിയിൽ തോമസ് ഐസക് ചട്ടവിരുദ്ധമായി പങ്കെടുത്തെന്നും പരാതിയിലുണ്ട്. എന്നാൽ പരാതിയെ തള്ളി LDF കൺവീനർ രംഗത്തെത്തി. ജനങ്ങൾ കൂടുന്നിടങ്ങളിൽ സ്ഥാനാർത്ഥി സന്ദർശിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും തോൽവിയെ ഭയക്കുന്ന UDFന്റെ പരാതി ബാലിശമെന്നും LDF കൺവീനർ അലക്സ് കണ്ണമല പറഞ്ഞു. LDF സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് ഉടൻ തടയണമെന്നാണ് UDFന്റെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.